ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ആൻഡ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് ആൻഡ് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്സ് എല്ലാം നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ പരിശോധിക്കാം. സോ അതിന് തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് അവസ്ഥ? US മാർക്കറ്റ്സിൽ 28 ജനുവരിയിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ചെക്ക് ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. S&P 500 ആൻഡ് നാസ്ഡാക്ക് എവരിതിങ് ഈസ് ഗോയിങ് പോസിറ്റീവ്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ് മാർക്കറ്റ്സ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന 22 പോയിന്റ്സിന് അപ്സൈഡ് ആണ്. സോ മേ ബി നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ, സ്ലൈറ്റ് ഗ്യാപ്പ് ഡൗൺ ഓർ ന്യൂട്രൽ ഓപ്പണിംഗ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 22 പോയിന്റ്സിന്റെ അപ്സൈഡ് ഉണ്ട്. മേ ബി ഒരു ഹൈ ടൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി ഗിഫ്റ്റ് നിഫ്റ്റിയിലുണ്ട്. കാണുന്ന ട്രേഡ് ചെയ്യുന്ന രീതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നിഫ്റ്റി മേ ബി ഒരു ചെറിയ രീതിയിലുള്ള പോസിറ്റീവ് സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ന്യൂട്രൽ സെന്റിമെന്റ്സിലായിരിക്കും തുറക്കുന്നത്. വലിയ ഗ്യാപ്പ് അപ്പ് ഒന്നും നമുക്ക് ഇപ്പം നിലവിൽ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ. ആൻഡ് സ്ട്രൈറ്റ് ടൈംസ് നിക്കി ആൻഡ് ഹാങ്സങ് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ചില മാർക്കറ്റ്സുകൾ ഡീപ്പ് റെഡിലും ചില മാർക്കറ്റ്സുകൾ ഡീപ്പ് പോസിറ്റീവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഏഷ്യൻ മാർക്കറ്റ്സിൽ എന്താ പറയുക, രണ്ട് തരത്തിലും ട്രേഡ് ചെയ്യുന്ന അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി എന്തായാലും പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യാൻ, അപ്പോൾ നമുക്ക് ഫ്ലാറ്റ് ഓപ്പണിംഗിൽ കിട്ടിയാൽ അത്രയും നല്ലതെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നലത്തെ ചാർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും, അപ്പം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചാർട്ട് പരിശോധിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്ന, മാർക്കറ്റ് 25,000 എന്നുള്ള റേഞ്ച് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2 ദിവസമായിട്ട് ഈ ലോ 24,917 മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത്. 15 മിനിറ്റ് ചാർട്ട് നിങ്ങളെടുത്ത് പരിശോധിക്കുക. മാർക്കറ്റ് എന്താ ചെയ്യുന്നത്? 25,000 എന്ന് പറയുന്ന ഈ സോണിലാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, 25,000 എന്നാണ് മേജർ സപ്പോർട്ടാണ്. 25,000 ആണ് മാർക്കറ്റ് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ബയേഴ്സ് ഡിഫെൻഡ് ചെയ്യുന്നത്. ആ 25,000 റേഞ്ച് മാർക്കറ്റ് ഡിഫെൻഡ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. ഈ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ഡൗൺ സൈഡ് വന്നാൽ പോലും 25,000 ബയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഏകദേശം ഇന്നലത്തെ ഒരു പ്രൈസ് ആക്ഷൻ കൂടെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ലെവൽസ് ഒന്ന് പരിശോധിക്കാം. 5 മിനിറ്റ് ചാർട്ടും കൂടെ എടുത്ത് നോക്കുക. 5 മിനിറ്റ് കാലം വളരെ പോസിറ്റീവായിട്ടൊരു ബ്രേക്ക് ഈ ഒരു സോണിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് എവിടെ നിന്നാണ് കനത്ത സെല്ലിംഗ് നടന്ന സോൺസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 15 മിനിറ്റ് ചാർട്ടിൽ തന്നെ നിങ്ങൾ നോക്കുക. മാർക്കറ്റിന്റെ ഏറ്റവും സ്ട്രോങ് സെല്ലിംഗ് നടന്ന സോൺ എന്ന് പറയുന്നത് ഈ ഏരിയയാണ്. 25,860 to 25,900 ഈ ഒരു സോണാണ് മാർക്കറ്റിന്റെ ഏറ്റവും വലിയൊരു സെല്ലിംഗ് പ്രഷർ നേടുന്ന ഏരിയ. മാർക്കറ്റ് ടോട്ടലി പോസിറ്റീവ് ആവും. ഈ ഒരു ഏരിയ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ 25,800 to 900 സോൺ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മാർക്കറ്റ് ടോട്ടലി പോസിറ്റീവിലാവും. അപ്പോൾ ഇൻട്രാഡേ ലെവലിൽ മാർക്കറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്തായാലും ഇവിടെ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തും. 25,300 ആയിരിക്കും ആദ്യം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സോൺസ്. ആൻഡ് അത് കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റ് ഈ ലെവൽസും 25,430, അപ്പോൾ ഈ 2 ലെവൽസും ഫസ്റ്റ് മാർക്കറ്റ് ഡിഫെൻഡ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ട് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു മാർക്കറ്റിന്റെ ഒരു സെല്ലിംഗ് പ്രഷർ നേടാൻ പോകുന്ന സോൺ എന്ന് പറയുന്നത് 25,600 സോൺ ആയിരിക്കും. 25,600 സോൺ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് മാർക്കറ്റിൽ ബയേഴ്സിന്റെ പ്രസൻസ് 25,000 ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പം വീണ്ടും ഒരു ഡൗൺ സൈഡ് വരാതെ ഈ ഒരു മാർക്കറ്റ് ഈ ഏരിയാസ് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ആൻഡ് മാർക്കറ്റ് നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറം മാർക്കറ്റ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ തന്നെ 24,600 എന്ന് പറയുന്ന ഒരു 400 പോയിന്റ്സിന് ഡൗൺ സൈഡ് എന്നാൽ ഉണ്ടാകും. 25,000 ഹോൾഡ് ചെയ്തില്ലെങ്കിൽ 400 പോയിന്റ്സിന് ഡൗൺ സൈഡ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് വരാം. ഈ ഒരു ഏരിയ 25,000 മാർക്കറ്റ് ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാർക്കറ്റിൽ നമുക്ക് ഒരു പുതിയ പൊസിഷൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കണക്കാക്കുക. അപ്പോൾ ഞാൻ 1-2 പൊസിഷൻസ് മാത്രമേ നിലവിൽ പുതിയതായിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറലി ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റ് ചെറിയ ലോസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്ക് ആയിരുന്നു ഇക്സിഗോ എന്നുള്ളത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് സെഷൻ വീഡിയോ കാണാത്തവർ കണ്ടാൽ അറിയാം. ഇക്സിഗോ എന്നുള്ള സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ മാർക്കറ്റിലെ ഒരു ബയേഴ്സിന്റെ പ്രസൻസ് പ്രതീക്ഷിച്ചത്. കണ്ടില്ലേ, 224 വരെ ഇന്നലെ മാർക്കറ്റ് 8% മൂവ്മെന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. കണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോഴത്തേക്ക് ആരും ഈ സ്റ്റോക്ക് ഡിസ്കസ് ചെയ്യത്തില്ല. പക്ഷെ ഞാൻ ഈ സ്റ്റോക്ക് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷനിൽ എടുത്തവർക്ക് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ് ഹോം ഫസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പോൾ നിങ്ങൾ അതും കണ്ടിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ഇന്നലെ മൂവ് ചെയ്തു. ഹോം ഫസ്റ്റ് ഫിനാൻസ് നല്ല രീതിയിൽ മൂവ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ചാർട്ടും സ്റ്റോക്കുകളൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്യുക. എന്താ പറയുക, മാർക്കറ്റ് സപ്പോർട്ട് ചെയ്താൽ മിക്ക സെറ്റപ്സും കയറിപ്പോവും.
അപ്പോൾ അങ്ങനെയുള്ള കൂട്ടത്തിൽ തന്നെ ഞാൻ വരുന്ന ആഴ്ചകളിലേക്ക് വീണ്ടും ഫോക്കസ് വെക്കുന്ന സ്റ്റോക്ക് കെർണക്സ് ആയിരിക്കും കേട്ടോ. കെർണക്സ് മൈക്രോസിസ്റ്റം എന്ന് പറഞ്ഞ കമ്പനി ഞാൻ കുറച്ച് നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ 1400 ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. സോ എന്തായാലും മാർക്കറ്റ് വീണ്ടും അത് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കഴിഞ്ഞ 4 ദിവസത്തെ പ്രൈസ് ആക്ഷൻ എനിക്ക് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഉണ്ടാവും. 1400 ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഉണ്ടാവും. സോ കെർണക്സ് നമുക്ക് വരുന്ന വീക്സിൽ എല്ലാവരും പോസിറ്റീവ്ലി ഞാൻ എന്തായാലും നമുക്കത് വാച്ച് ചെയ്യാം. കെർണക്സിന്റെ ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത്. ബാക്കി സ്റ്റോക്സ് നമ്മൾ എന്തായാലും കുറേ കൂടെ സ്റ്റോക്സ് ഇനി കുറച്ച് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം. മാർക്കറ്റ് ഒന്ന് ഓക്കെ ആയി വന്നാൽ കുറച്ചും കൂടെ നല്ല സ്റ്റോക്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കഷൻ നടത്താം. ഓക്കെ, അപ്പോൾ എന്തായാലും കെർണക്സിനെ കുറിച്ച് എല്ലാവരും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. കെർണക്സിന്റെ പ്രൈസ് ആക്ഷൻ അത്യാവശ്യം ബേസിക്കലി വളരെ സ്ട്രെങ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ആ സ്റ്റോക്ക് വരുന്ന ആഴ്ചത്തേക്ക് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നൊരു ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് സ്റ്റേബിൾ ആവുന്നു അന്ന് നമ്മൾ കൂടുതൽ സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ ബാക്കി എന്തൊക്കെയാണ് ന്യൂസസിലുള്ളതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് റിസൾട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇന്ന് LNTയുടെ റിസൾട്ട് വരുന്നുണ്ട്. മാരുതി സുസുക്കി, BL, SBI ലൈഫ് ഇൻഷുറൻസ്, ACC, മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ്, ആദിത്യ ബിർള എസ്റ്റേറ്റ്, ആസ്കോ ഓട്ടോമോട്ടീവ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, കാർട്ട് ട്രേഡ്, CSB ബാങ്ക്, ഗ്ലാൻഡ് ഫാർമ, IZRA, ലോധ ഡെവലപ്പേഴ്സ്, നോവ റിച്ചസ് ഇന്ത്യ, നാഷണൽ NSDL, പൈൻ ലാബ്സ്, SBI കാർഡ്സ്, സ്റ്റാർ ഹെൽത്ത് ആൻഡ് ഇൻഷുറൻസ്, സുന്ദര ഫാസ്റ്റനേഴ്സ്, ടൈറോ കെയർ, അങ്ങനെ ഒരുപാട് കമ്പനി റിസൾട്ട് വരുന്നുണ്ട്. മാരിക്കോയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. വോഡാഫോൺ ഐഡിയയുടെ ലോസ് ചെറുതായിട്ട് കുറച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഞാൻ അടുത്ത സ്റ്റോക്സ് ട്രേഡ് ചെയ്യാറില്ല, അതുകൊണ്ട് വോഡാഫോൺ ഐഡിയ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് പിന്നെ ഒരു ദിവസം വോഡാഫോൺ ഐഡിയയെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. വിശാൽ മെഗാമാർട്ടിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റും റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൺടെക് റിയാലിറ്റിയുടെ പ്രോഫിറ്റ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് സിങ്സ്. പിന്നെ RPG ലൈഫ് സയൻസിന്റെ ആണെങ്കിൽ ലേശമായിട്ട് പ്രോഫിറ്റിന് ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. മെട്രോ ബ്രാൻഡ്സ് ചെരുപ്പിന്റെ ബിസിനസ് നടത്തുന്ന കമ്പനിയാണ് മെട്രോ ബ്രാൻഡ്സ്. പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. PC ജൂലേഴ്സ് ഇന്ത്യയുടെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഡോഡ്ല ഡയറിക്ക് പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ഉണ്ടായിട്ട്. ബിക്കാജി ഫുഡ്സ് ഇന്റർനാഷണൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഗോപാൽ സ്നാക്സ് രണ്ട് ഏകദേശം സിമിലർ ബിസിനസ് ആണ്. പ്രോഫിറ്റും റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോസിറ്റീവ് ന്യൂസസ് കമ്പനികളിലുണ്ട്. ഇതാണ് ഞാൻ നിങ്ങളോട് കുറച്ച് ദിവസമായിട്ട് പറയുന്നത്. മാർക്കറ്റിൽ ട്രിഗർ ചെയ്യാനുള്ള ന്യൂസസ് ഓൾറെഡി ഉണ്ട്, അവൈലബിൾ ആണ്. കമ്പനികൾ പെർഫോം ചെയ്യുന്നുണ്ട്. സോ നിഫ്റ്റി ഒന്ന് ഹോൾഡ് ഓൺ ചെയ്താൽ നമ്മുടെ ഈ ഒരു പെയിൻ ടൈം ഒന്ന് മാറി കിട്ടും. ഓക്കെ, സ്പന്ദന എന്ന് പറഞ്ഞ കമ്പനിക്ക് ലോസ് നാരോ ചെയ്തിട്ടുള്ള ന്യൂസ് ഉണ്ട്. ദാറ്റ് ഈസ് പോസിറ്റീവ്. രാമകൃഷ്ണ ഫോർജിങ്സിനാണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുള്ള ന്യൂസാണ്. റവന്യൂ ബട്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇൻഫോസിസ് ഒരു സ്ട്രാറ്റജിക് കൊളാബറേഷൻ വന്നിട്ടുണ്ട്. കെർസറുമായിട്ടാണ്. അവർ പവർ ഡെവലപ്മെന്റ് കമ്പനിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പുതിയൊരു സ്ട്രാറ്റജിക് കൊളാബറേഷൻ ഓൺഗോയിങ് ആണ് ഇൻഫോസിസും കെർസറും തമ്മിലിട്ട്. പിന്നെ ONGC ആണെങ്കിൽ വിത്ത് മിറ്റ്സുയി OSK ലൈൻസ് ജപ്പാനുമായിട്ട് ചേർന്നിട്ട് ഷിപ്പ് ബിൽഡിംഗ് കോൺട്രാക്റ്റുകളിലേക്ക് ONGC പോകുന്നുണ്ട്. അതും പോസിറ്റീവ് ന്യൂസാണ്. പിന്നെ പ്രൊപ്പൽഷൻ സിസ്റ്റം, ടിറ്റക റെയിൽ സിസ്റ്റം ആണെങ്കിൽ പ്രൊപ്പൽഷൻ സിസ്റ്റം ABB ആയിട്ട് ബന്ധപ്പെട്ട് 25 kV മെട്രോ പ്രൊജക്ട്സിന് വേണ്ടിയിട്ടുള്ള സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് പോസിറ്റീവ് ന്യൂസസ് ഇങ്ങനെ മാർക്കറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് സ്ട്രെങ്ത്തിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നെ യൂറോപ്പുമായിട്ടുള്ള ട്രേഡ് ഡീൽ നടന്നിട്ടുണ്ട്. US-ഉമായിട്ടുള്ള ട്രേഡ് ഡീൽ ഓൺഗോയിങ് ആണ്. സോ മാർക്കറ്റിന് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ ഓൾറെഡി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ വരുന്ന ദിവസങ്ങളിലേക്ക് കൂടുതൽ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.